വയനാട് ബത്തേരി അർബൻ ബാങ്ക് അഴിമതിയിൽ പോലീസിന് ആദ്യ പരാതി ലഭിച്ചു. 22 ലക്ഷം വാങ്ങി വഞ്ചിച്ചെന്നാണ് വയനാട് ജില്ലാ പോലീസ് മേധാവിക്ക് നെന്മേനി അപ്പോഴത്തെ വീട്ടിൽ പത്രോസ് നൽകിയ പരാതിയിൽ പറയുന്നത്. മരണപ്പെട്ട DCC ട്രഷറർ NM വിജയനും UK പ്രേമൻ, സക്കറിയ മണ്ണിൽ, CT ചന്ദ്രൻ എന്നിവരും ഇടനിലക്കാരായി പണം വാങ്ങിയെന്നാണ് പരാതി. അനൂപ് വിശദാംശങ്ങളുമായി. അനൂപ്, ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ ഇന്നലെ മുൻ ബാങ്ക് ചെയർമാൻ അടക്കം വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നിരുന്നു. അതിനെ സാധൂകരിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിക്ക് ആദ്യ പരാതി ഈ വിഷയത്തിൽ നൽകുന്നത്. എന്തൊക്കെയാണ് ഈ പരാതിയിൽ പറയുന്നത്? നിയമനക്കോഴ വിവാദത്തിൽ, അതായത് ബത്തേരി അർബൻ ബാങ്കിലെ നിയമനക്കോഴ വിവാദമായിരുന്നു വയനാട് DCC ട്രഷറർ NM വിജയന്റെ മരണത്തിനിടയാക്കിയ സാമ്പത്തിക ബാധ്യത എന്ന ആരോപണങ്ങൾക്ക്, അതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന രേഖകൾക്ക്, തെളിവ് വിവാദങ്ങൾക്കെല്ലാം സാധൂകരണമാവുന്ന വിധം മറ്റൊരു പരാതി കൂടി വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച IC ബാലകൃഷ്ണൻ നേരിട്ട് നിയമനങ്ങളിൽ ഇടപെട്ടതുമായി ബന്ധപ്പെട്ട് അന്നത്തെ ബാങ്കിന്റെ ചെയർമാൻ ഡോക്ടർ സണ്ണി ജോർജ് വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. അതിനു മുൻപ് ഇതേ രീതിയിൽ വഞ്ചിക്കപ്പെട്ട മറ്റൊരു കർഷകനായ കോൺഗ്രസ് പ്രവർത്തകൻ ഐസക് താമരച്ചാലി എന്നയാളും വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. ഏതായാലും വൻ പണമിടപാട്, വൻ സാമ്പത്തിക അഴിമതി ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നതായി തെളിയിക്കുന്ന, അതിൽ NM വിജയന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടായി തെളിയിക്കുന്ന വിവരങ്ങളാണ്, രേഖകളാണ്, പരാതികളാണ് നിരന്തരം വയനാട്ടിൽ നിന്ന് പുറത്തു വരുന്നത്. ഇതിൽ ഇപ്പോൾ നൽകിയ പരാതിയിൽ ഇപ്പോൾ പോലീസിന് ലഭിച്ച, ഇത് സംബന്ധിച്ച് പോലീസിന് ഔദ്യോഗികമായി ലഭിക്കുന്ന ആദ്യ പരാതി കൂടിയാണിത്. തന്റെ മകൻ എൽദോസിന് ബത്തേരി അർബൻ ബാങ്കിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതാക്കൾ 22 ലക്ഷം രൂപ വാങ്ങിയെടുത്തുവെന്നാണ് താളൂർ അപ്പോഴത്ത് വീട്ടിൽ പത്രോസ് എന്നയാൾ ഇന്നലെ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതി. 17 ലക്ഷം രൂപ നൽകി കബളിപ്പിക്കപ്പെട്ടെന്ന് പരാതിയുമായാണ് ഇദ്ദേഹം രംഗത്ത് 22 ലക്ഷം രൂപ നൽകിയെന്ന പരാതിയുമായാണ് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത്. 2014 മുതൽ 5 തവണകളായാണ് പണം നൽകിയത്. 2020 ജോലി ലഭിക്കാതായതോടുകൂടി ഈ പണം സംബന്ധിച്ച് ചില എഗ്രിമെന്റ് രേഖകൾ നേതാക്കൾ ഒപ്പിട്ട് നൽകി. 3 ലക്ഷം രൂപ തിരികെ നൽകിയെന്നും പത്രോസ് പറയുന്നു. ബാക്കി 19 ലക്ഷം രൂപയാണ് ഇനി തനിക്ക് ലഭിക്കാനുള്ളത്. ഇതാവശ്യപ്പെട്ട് നിരന്തരം NM വിജയൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുമായി ബന്ധപ്പെട്ടു, എന്നാൽ നടപടി ഉണ്ടായില്ല. ഇത് സംബന്ധിച്ച് നേതാക്കൾക്കും പരാതി നൽകി, എന്നാൽ പരാതി അവഗണിക്കപ്പെട്ടു എന്നാണ് ഇതിൽ കൃത്യമായി പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇത് കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ഈ തുക ഈടാക്കി നൽകണം, അതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. ഇതിൽ ഏറ്റവും ഗൗരവകരവും പ്രധാനപ്പെട്ടതുമായ മറ്റൊരു കാര്യം, ഇത് സംബന്ധിച്ച് ചില ഒത്തുതീർപ്പ് ശ്രമങ്ങൾ നേതാക്കൾ ഇടപെട്ട് നടത്തിയിരുന്നു. എന്നാൽ ആ ഒത്തുതീർപ്പിന് ഭാഗമായി നൽകിയ ചെക്കുകൾ ബ്ലാങ്ക് ചെക്കുകളായിരുന്നു, അത് വ്യാജമായിരുന്നു എന്നുള്ളതും ഈ പരാതിയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കോൺഗ്രസ് നേതാക്കളുടെ പേരുകൾ പരാമർശിച്ചാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ ബത്തേരിയിലെ പ്രധാന നേതാക്കളായ പ്രേമൻ വലവേൽ, CT ചന്ദ്രൻ, സക്കറിയ മണ്ണിൽ, DCC ട്രഷററും കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തതുമായ NM വിജയൻ എന്നിവർ ചേർന്ന് 2014 മുതൽ 5 തവണകളായി 22 ലക്ഷം രൂപ വാങ്ങിയെടുത്തു. വീട്ടിലെ കാറും ഭാര്യയുടെയും മകളുടെയും സ്വർണ്ണാഭരണങ്ങളും വിറ്റാണ് പണം നൽകിയത്. 6 മാസം കൊണ്ട് ജോലി നൽകാമെന്നായിരുന്നു ആഗ്രഹം. 2020 വരെ ഇക്കാര്യം പറഞ്ഞ് കബളിപ്പിച്ചതു. ഒടുവിൽ ജോലി വേണ്ട, പണം തിരികെ തന്നാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞു. DCC ട്രഷറായിരുന്ന NM വിജയന്റെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തിയാണ് 3 ലക്ഷം രൂപ തിരികെ തന്നതെന്നും അദ്ദേഹം ഈ പരാതിയിൽ പറയുന്നു. 2022 ഒക്ടോബർ 11 വീണ്ടും ജോലി ശരിയാക്കുമെന്ന് പറഞ്ഞ് മധ്യസ്ഥർ മുഖേന എഗ്രിമെന്റ് ഒപ്പിട്ട് നൽകിയിരുന്നു. എന്നാൽ വീണ്ടും അത് കബളിപ്പിക്കാനായിരുന്നു ഒരു ശ്രമമായിരുന്നു എന്നും ഈ പരാതിയിലുണ്ടായിരുന്നു. ഏതായാലും ഇത്തരം വിഷയങ്ങളിലെല്ലാം നേതാക്കൾ ഇടപെട്ടു. നേതാക്കളുടെ ഭാഗത്ത് ഈ തുക തനിക്ക് ഈടാക്കി തരണം, വലിയ സാമ്പത്തിക പരാതിയിലും ബാധ്യതകളിലുമാണ് എന്നുമാണ് ഈ പരാതിയിൽ പറയുന്നത്. ഏതായാലും കൂടുതൽ പരാതികൾ പോലീസിൽ വരുന്നതിന്റെ സൂചനയാണ് ഇത് സംബന്ധിച്ച പുറത്തു വരുന്ന വിവരങ്ങൾ. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി പോലീസിൽ ലഭിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സഹകരണ ബാങ്കിൽ നടന്ന വൻ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട് ആദ്യ പരാതി കൂടിയാണിത്. അനൂപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയും കൂടുതൽ പരാതികൾ ഈ വിഷയത്തിൽ വരാനുള്ളൊരു സാധ്യത, അത് ഈ ആദ്യത്തെ പരാതി വന്നതോടുകൂടി നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. ഒപ്പം തന്നെ IC ബാലകൃഷ്ണൻ അടക്കം ഈ വിഷയത്തിൽ ഏത് തരത്തിൽ വെള്ള പൂശാൻ ശ്രമിച്ചാലും അക്കാര്യത്തിൽ ഒന്നും തന്നെ ഒരു ഫലവും ഉണ്ടാകില്ല എന്നുള്ളതും ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. അതായത് അഴിമതി എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഒരു മുഖമുദ്രയാണെന്നുള്ളത് ഈ ഒരു സംഭവത്തിലൂടെ കൂടുതൽ വ്യക്തമാവുകയല്ലേ? പ്രത്യക്ഷത്തിൽ കോൺഗ്രസ് നേതാക്കളിലേക്ക് ആരോപണം എത്തുന്ന, അല്ലെങ്കിൽ ഈ ബാങ്ക് അഴിമതിയുമായി ബന്ധപ്പെട്ട്
വലിയ പണമിടപാടുകൾ നടന്നു. അതിൽ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇടപെട്ടു എന്ന് തെളിയിക്കുന്ന വിധത്തിലുള്ള തെളിവുകളും രേഖകളുമാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസം സണ്ണി ജോർജ് പറഞ്ഞ വെളിപ്പെടുത്തലിൽ 17 നിയമനങ്ങളിൽ കോഴ നൽകിയ 17 നിയമനങ്ങളിൽ നിയമനം നടത്താൻ തന്നിൽ സമ്മർദ്ദമുണ്ടായി എന്ന വിധത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഏതായാലും ആ നിയമനം നൽകാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അതേ തുടർന്ന് തന്നെ ഈ ബാങ്കിന്റെ ചെയർമാൻ സ്ഥാനത്തു നിന്നും കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തതെന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി. അതിലെല്ലാം മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെട്ടിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനായി കോൺഗ്രസ് നേതാക്കൾ ഒരു പ്രത്യേക യോഗം തന്നെ വിളിച്ചു ചേർത്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതി നടന്നുവെന്നും ആ അഴിമതിയിൽ കോൺഗ്രസ് നേതാക്കൾക്കെല്ലാം പങ്കുണ്ട് എന്നുള്ളതുമാണ്. നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗാർത്ഥികളും മറ്റും ഇടനിലക്കാരായി നിന്നവരും മറ്റും ഈ പണം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നെങ്കിലും ആ വിധത്തിൽ പരാതികൾ നൽകിയിരുന്നെങ്കിലും കോൺഗ്രസ് നേതാക്കൾ പരാതികൾ തുടർച്ചയായി അവഗണിച്ചതും ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട് അവർക്ക് നേരിട്ട് ബന്ധമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ്. ഏതായാലും NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ മറ്റൊരു തലത്തിലേക്ക് കൂടി പ്രവേശിക്കുകയാണ്, ആദ്യ തലത്തിലേക്ക് നീങ്ങുകയാണ്. വിജയന്റെ മരണത്തിനിടയാക്കിയ വലിയ സാമ്പത്തിക ബാധ്യത ഈ വിധത്തിൽ അർബൻ ബാങ്ക് അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്നതിന്റെ സാധൂകരണമായാണ് ഈ പുതിയ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശരി അനൂപാണ് വിശദാംശങ്ങൾ നൽകി. എന്തായാലും വയനാട് ബത്തേരി അർബൻ ബാങ്ക് അഴിമതിയിൽ ആദ്യ പരാതി പോലീസിന് ലഭിച്ചു. 22 ലക്ഷം വാങ്ങി വഞ്ചിച്ചെന്നാണ് വയനാട് ജില്ലാ പോലീസ് മേധാവിക്ക് നെന്മേനി അപ്പോഴത്തെ വീട്ടിൽ പത്രോസ് നൽകിയ പരാതിയിൽ പറയുന്നത്. വിവരങ്ങളാണ് അനൂപ് നൽകിയത്.